ജീവിതശൈലി രോഗങ്ങൾ ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് അമേരിക്കയിൽ കുടിയേറുന്നതിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. യുഎസിൽ താമസിക്കാൻ അപേക്ഷിക്കുന്ന വിദേശ പൗരന്മാർക്ക് പ്രമേഹം, പൊണ്ണത്തടി, ഹൃദ്രോഗം തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവരുടെ വിസ അപേക്ഷ നിരസിക്കപ്പെടാമെന്നാണ് പുതിയ നിയമം പറയുന്നത്. സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചത്. പുതിയ മാർഗനിർദ്ദേശങ്ങൾ യുഎസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വിവിധ രാജ്യങ്ങളിലെ എംബസികൾക്കും കോൺസുലർ ഓഫീസുകൾക്കും അയച്ചു. ഇത്തരം ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർ അമേരിക്കൻ സർക്കാരിന് ബാധ്യതയായേക്കാമെന്നും പൊതുവിഭവങ്ങൾ ചോർത്തിയെടുക്കാമെന്നുമുള്ള വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നീക്കം. വാക്സിനേഷൻ ചരിത്രം, മാനസികാരോഗ്യ പ്രശ്നങ്ങൾ, പകർച്ചവ്യാധികൾ തുടങ്ങിയവ നേരത്തെ തന്നെ വിസ പൂർത്തീകരണ പ്രക്രിയയിൽ പരിശോധിക്കാറുണ്ട്. പുതിയ മാർഗനിർദ്ദേശം കൂടി വന്നതോടെ ഈ പട്ടികയിലേക്ക് പുതിയ രോഗങ്ങൾ കൂടി പരിശോധിക്കപ്പെടും. ഹൃദ്രോഗങ്ങൾ, ശ്വാസകോശ പ്രശ്നങ്ങൾ, ക്യാൻസർ, പ്രമേഹം, നാഡീ സംബന്ധമായ തകരാറുകൾ തുടങ്ങിയവയ്ക്കുള്ള സ്ക്രീനിംഗ് നടത്തിയിരിക്കണം എന്നാണ് പുതിയ നിർദ്ദേശം. ആരോഗ്യ പ്രശ്നങ്ങൾ വന്നാൽ സർക്കാർ സഹായം തേടാതെ ജീവിതകാലമുടനീളം ചെലവ് വഹിക്കാനുള്ള സാമ്പത്തിക അവസ്ഥ അപേക്ഷകനുണ്ടോ എന്നതും വിലയിരുത്തണമെന്നും പുതിയ നിർദ്ദേശം വ്യക്തമാക്കുന്നു. ഇതുകൂടാതെ മക്കൾ, മാതാപിതാക്കൾ തുടങ്ങിയ അപേക്ഷകനെ ആശ്രയിച്ച് കഴിയുന്നവർക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളും വൈകല്യങ്ങളും ഉണ്ടോ എന്നതും പരിശോധിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ അമേരിക്കയിലേക്ക് ഇനി ജീവിതം കെട്ടിപ്പടുക്കാമെന്ന മോഹവുമായി ആരും ചെല്ലണ്ട എന്നർത്ഥം. വിദേശത്തു നിന്നുള്ള കുടിയേറ്റം പരമാവധി കുറയ്ക്കാനാണ് ട്രംപ് ഭരണകൂടത്തിന്റെ ഈ നീക്കങ്ങൾ.